ഹലോ. Hi dears, welcome back to our family. അപ്പൊ രാവിലെ നമ്മൾ ഉറങ്ങിയടിച്ച് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ചെന്നൈയിലെ. 2 ദിവസം ചെന്നൈ വ്ലോഗ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇത് നമ്മളെ ഹരി, നമ്മ ഫ്രണ്ട് ദേവോട് അണ്ണ, നമ്മുടെ ഫ്രണ്ട്, നമ്മ ഫാമിലി ഫ്രണ്ട് എല്ലാം. മുന്നാടി ഒള്ളിയായിരുന്ന അല്ല മെലിഞ്ഞിട്ടിരുന്ന ആളാ. ഇപ്പം കണ്ട തടിച്ച് 2 വർഷത്തിന് മുമ്പാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോ இப்படி இருந்தாலே இப்படி ஆச்சு. எங்க வேலை பண்றோட இப்போ? பெங்களூர்ல ரொம்ப பெரிய ஹோட்டல்ல ஷெஃப், மெயின் ஷெஃப். என்ன ஹோட்டல்ல? ലീലയിലെ ഷെഫ് தான். നമ്മ ലീല പാലസിലാ. എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് ഗോകുലിൻ്റെ അമ്മയൊക്കെ കണ്ണൂരായിരുന്നു. ഞാൻ, ഹരിച്ചേട്ടൻ, ഗോകുല്, അജിനേച്ചി, ഞങ്ങൾ ആരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ദുബായിലൊക്കെ പോയി, ഗോവയിൽ പോയി, ദുബായിൽ പോയി. അന്നേരമല്ല ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശേഷമാണ് പിന്നെ കാണാതെ പോയത്. ഇല്ല ചേട്ടാ, പിന്നെ ഇപ്പോഴാണ് 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ്. അപ്പൊ നമുക്ക് ഫുഡ് വാങ്ങാൻ പോവാണ്. നമുക്ക് റോഡും ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ല. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഗോകുലിന്റെ ഫോണിൽ എടുക്കാം. ശരി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ ഫുഡ് വാങ്ങി ഇറങ്ങിയാലുണ്ടോ. നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ, അതായത് ഞങ്ങൾ മെയിൻ സിറ്റിയിൽ തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. വടപഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുരുകൻ്റെ അമ്പലമുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങാൻ ഇറങ്ങി. പക്ഷേ റൂമിൻ്റെ അടുത്ത് എവിടെ ഹോട്ടൽസൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഞങ്ങൾ കുറേ നടന്നു, ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കിട്ടിയില്ല കേട്ടോ, ഹോട്ടലൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു ടീ ഷോപ്പ് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ടീ ഷോപ്പിൽ കയറിയിട്ട് ചായ വിളിച്ചിട്ട് പോകാമെന്ന് വെച്ചു. രാവിലെയാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നൈറ്റ് വന്നതിൻ്റെ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. രാത്രി ഫുഡ് കഴിച്ചാൽ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ഫുഡിന് തപ്പി ഇറങ്ങിയാണ്. പക്ഷേ എങ്ങും ഹോട്ടൽസൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 10 മണിയായപ്പോഴത്തേനാണ് എല്ലാവരും ഉറക്കമൊക്കെ എണ്ണീറ്റുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ടീ ഷോപ്പ് ഇതാണ്, ചെറിയൊരു ടീ ഷോപ്പ്. അവർ രണ്ടുപേരും ചായ പറഞ്ഞു. എനിക്ക് ചായ വലിയ പിടുത്തമല്ലാത്ത തോന്നിയിട്ട് ഞാനൊരു സംഭാരമാണ് അവിടെ പറഞ്ഞത്. നമ്മുടെ ഇവിടെ സംഭാരം എന്ന് പറയും, അവരെന്തോ കൂൾമോരോ അങ്ങനെ എന്തോട് പറഞ്ഞത്, പേര് എനിക്ക് ഓർമ്മയില്ല, എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ചെന്നൈ വ്ളോഗിൻ്റെ വീഡിയോ ഇട്ടപ്പം ശരണ്യ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരണ്യ എനിക്കൊന്ന് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ചെന്നൈയിൽ വരുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങളുടെ വെഡിങ് സാരി കാഞ്ചീപുരത്ത് പോകാൻ വേണ്ടിയിട്ടും, പിന്നെ ഇതേ ഇപ്പോഴും അന്ന് വന്നപ്പോഴും ഞാൻ ഈ മൃഗൻകോവിലിൽ പോയി, ഇപ്പോഴും വാവയ്ക്ക് വേണ്ടിയിട്ട് വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോണ്ടല്ലോ ഒരു ഐസ് ഫോൺ കണ്ടു, കാണിച്ചു തരാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ ഈ കുൽഫിയുടെ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ മണി അടിച്ച് പോകുമ്പം നമ്മുടെ ഇവിടെ ഐസ് കൊണ്ടുപോകുമല്ലോ, അങ്ങനെ ഐസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോരുന്നു. അന്നേരം സംഭവം കുൽഫിയാണെന്ന് പറഞ്ഞത്. ഈ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. നമുക്കല്ലാണ്ട് മേടിക്കാൻ കിട്ടുമല്ലോ പാക്കറ്റിലുള്ളത്, അത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മുടെ അവിടെ ഉണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടി ഇറങ്ങി വന്നു. 20 രൂപ, 30 രൂപ, 40 രൂപ അങ്ങനെയൊന്നും ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിൽക്ക്, പിസ്ത, ബദാം, ഈ 3 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റൊക്കെ കറക്റ്റ് എക്സാക്റ്റ്. ആ ഒരു ബദാമൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലിട്ടിട്ട് നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കിയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഗോകുലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നായിരുന്നു? ഞങ്ങൾ കൊല്ലത്ത് എവിടെയോ പോയ ടൈമിൽ മേടിച്ചതാണ് കേട്ടോ. പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ അന്നേരം തൊട്ട് ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നമ്മളത് കറക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ആൾക്കതിൻ്റെ ആ ഒരു എന്താ കറക്റ്റായിട്ട് കറക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാറിയാം. എനിക്കറിയാത്തതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അത് പിടിക്കാൻ പോയിട്ടില്ല കേട്ടോ. എല്ലാവരും ഒരേ ഫ്ലേവർ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ബദാമിൻ്റെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് 2 അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അമ്മയും ചേച്ചി റൂമിലായിരുന്നു കേട്ടോ, അവർ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾക്കുള്ള ഞങ്ങൾ മേടിച്ചു. ഞാൻ എന്ത് കഴിക്കുമ്പോഴും
കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ കാശിക്കുട്ടിന് വായിൽ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കാര്യം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ചെറുതായിട്ട് ഇപ്പോഴേ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ കുൽഫിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കാശിക്കുട്ടിനെ നന്നായിട്ടൊന്ന് കിടത്തി ഉറക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. എനിക്ക് തലപ്പക്കെട്ട് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിലെ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. സോ ഞാൻ കാശിക്കുട്ടിനെ ഉറക്കി കിടത്തി അമ്മേനെയും ചേച്ചീനെയും ഏൽപ്പിച്ചിട്ട് ഞാനും ഗോകും ചേച്ചിയും ഹരിച്ചേട്ടനും കൂടെയാണ് കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ യൂബർ എടുത്തിട്ടാണ് പോയത്. ചെന്നൈയിൽ പോയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂബറിനായിരുന്നു കേട്ടോ. ഓട്ടോ വെച്ചാൽ അവർക്കറിയാം തമിഴ്നാട്ടിലുള്ളവരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചാർജ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചാർജ് വാങ്ങത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂബറിന് പിന്നെ റേറ്റ് കുറവാണ്. പക്ഷേ ഓട്ടോ അല്ലാണ്ടിട്ട് സ്റ്റാൻഡിൽ നിന്നൊക്കെ വിളിക്കുമല്ലോ, അത് നല്ല ചാർജാണ് കേട്ടോ. ഞാൻ കാശിക്കോട്ട് ഉറങ്ങുന്ന ടൈമിലാണെന്നോ ആദ്യം എഡിറ്റ് ചെയ്യാനിരുന്നത്. ഇപ്പോൾ ബേബി എണീറ്റു. സോ അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടോ ആ ചേട്ടൻ നല്ല ഓട്ടോ ഒരു വീടാക്കിയേക്കാണ്. പുള്ളിക്കാരൻ ചെറിയൊരു അയയൊക്കെ കെട്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ടീഷർട്ട് അലക്കിയിട്ട് ഉണങ്ങാനൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാൾ കേട്ടോ, അപ്പോൾ ആ ഒരു ചേട്ടൻ അധികം ഏജൊന്നുമില്ല, ഗോകുവിനെ പോലെ ഒരു 10-28 ആ ഒരു ഏജിലൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല, വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അജിനേജിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഗോകുവിൻ്റെ ചേച്ചി ചെന്നൈയിലായിരുന്നു കേട്ടോ. 3 വർഷം ചെന്നൈയിലായിരുന്നു. പുള്ളിക്കാലത്ത് ഫിലിമിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ അവരെ കാണാനായിട്ട് ഇറങ്ങിയത്, പക്ഷെ കണ്ടില്ല. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മൾ രാമപുരം വന്നിട്ടുണ്ട്. നമ്മുടെ റൂമിലിരുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ വണ്ടിയിലെടുത്ത് ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. എന്തിനാ വന്നു വെച്ച് കഴിഞ്ഞാൽ തലപ്പാക്കട്ടി ബിരിയാണി സൂപ്പറാണ്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി കേട്ടോ. ദിണ്ടിക്കൽ ഫേമസ് ആണ്, സൗണ്ടാണ്, ഞാൻ അതുകൊണ്ട് കാണിച്ചു തരാം, ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. ഇതാണ് കേട്ടോ നമ്മൾ വന്ന തലപ്പാക്കട്ടി ബിരിയാണിയുടെ സ്പോട്ട് ഉള്ളത്. ഇത് കുറച്ച് ദൂരം, വടപഴഞ്ഞിയിൽ കുറച്ച് ദൂരത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ വന്നു. എനിക്കിത് ഭയങ്കര ക്രേവിങ്സ് ആണ് കേട്ടോ. ഞാൻ ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ശാന്തി മഠത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ട്രിവാൻഡ്രത്ത് നിന്നാണ് തലപ്പാക്കട്ടി ബിരിയാണി ഞാൻ സ്വിഗ്ഗി ചെയ്തത്. പിന്നെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യും. അപ്പം കുറച്ച് എക്സ്പെൻസ് ആണ്, നല്ല റേറ്റാണ്, പക്ഷേ നല്ല ബിരിയാണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കേരള ആ ഒരു ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല. നമുക്ക് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു ടേസ്റ്റൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലപ്പാക്കട്ടി ബിരിയാണി ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അത് മാത്രമല്ല വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചില്ല. ഇത് തന്നെ മേടിച്ചപ്പോഴത്തേന് 3 എണ്ണം വാങ്ങിയപ്പോഴത്തേന് 1300 എത്രണ്ട് രൂപയായിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ബേബിക്ക് ഞാൻ നമ്മുടെ നോർമൽ സാദവും അതുപോലെ തന്നെ കറികളും മേടിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി കുറച്ച് ചീരയുടെ കറി തന്നു. ആ ചേച്ചി കഴിക്കാൻ വെച്ചിരുന്നതാണ്, പക്ഷേ കുഞ്ഞിനായതുകൊണ്ടിട്ട് ചീര കൂട്ടി കൊടുക്കും, അവ കഴിക്കുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേന് വാവയ്ക്ക് ഇഷ്ടമായി കേട്ടോ, വാവ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചോറൊക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നന്നായിട്ട് ഞാൻ തമിഴ്നാട്ടിലെ ചോറ് പിന്നെ വലിയ വേവ് എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള റൈസാണല്ലോ. സോ അത് കൊടുത്തു. അപ്പം ആ ചീരേൻ്റെ കറിയും കൂടിയിട്ട് അവൻ കഴിച്ചു കേട്ടോ. അവന് ഇഷ്ടമായി, ആ ഫ്ലേവർ ഇഷ്ടമായി, അതെന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ചീര അതുപോലെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കൊടുക്കും കേട്ടോ വാവയ്ക്ക്. അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റ് കൊടുക്കാറുണ്ട്, യെല്ലോ കൊടുത്തില്ല, വൈറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റെഡി ആയത്. അതായത് ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം ടൈമായിരുന്നു, ഒരു 3 മണിയോടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ടുള്ളതോട് ഞാൻ വീണ്ടും പറയാൻ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം കേട്ടോ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അമ്പലത്തിൽ പോകാൻ വന്നിട്ട് ബിരിയാണി കഴിക്കുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ, പക്ഷെ എന്ത് ചെയ്യാം. ഹലോ, അപ്പം നമ്മൾ ചെവിയൊക്കെ വലിച്ചു എടുക്കുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ റെഡിയായി ഇറങ്ങി, മുരുകൻ കോവിലേക്ക്. ഞങ്ങൾ ചെന്നൈയിൽ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ചെന്നൈയിൽ വന്നത് ഇവിടുത്തെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട് വടപഴനിയിൽ, അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ അവിടെ പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. അങ്ങോട്ടേക്ക് പോകണം. ഇനി പോകുന്ന വഴിയിലുള്ളത് അമ്പലത്തിൻ്റെയൊക്കെ വിശേഷങ്ങളും, ഇനി രാത്രി ബീച്ചിലൊക്കെ പോകണം. ശരി, ദിവസം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യുക. നാളെ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പം പോണതൊക്കെ കൂടി നമുക്ക് ഒരുമിച്ച് കൊള്ളിക്കാം. പീസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തി. ഇതേ അമ്പലത്തിനടുത്ത് എത്താറാകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഇതുപോലെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ കാണാം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ പൂജ സാധനങ്ങളും ഒക്കെയുള്ള ഒരു ഷോപ്പുകളൊക്കെ കാണാം. അതുപോലെ ഇഷ്ടംപോലെ ഭിക്ഷക്കാർ കാണും, അതുപോലെ തിരുനങ്കുകളുണ്ടാവും. സോ ക്യാഷ് പോണ വഴി അറിയില്ല, അതൊന്ന് ശ്രദ്ധിക്കണം.
പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പം തന്നെ കുറേ ചായയൊക്കെ കൊണ്ടുവരും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങളെ മേടിച്ച് അമ്മയും ചേച്ചി ഉള്ളിൽ കയറിയില്ല. അതായത് അമ്പലത്തിൽ അന്ന് സ്കന്ദഷഷ്ടിയുടെ പ്രോഗ്രാം നടക്കുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ക്യൂ നിൽക്കാനായിട്ട് വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാനും ഗോകുവും ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. ഒരാൾക്ക് 100 രൂപ പറഞ്ഞു. ഞങ്ങൾ 4 പേർക്ക് 300 രൂപയ്ക്ക് അവർ തന്നു. അങ്ങനെ അകത്ത് കയറി തൊഴുതു. അങ്ങനെ തൊഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അത്രയും നേരം കുഞ്ഞിനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി. നന്നായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഭഗവാനെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ വന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് കഴിക്കാൻ കഴിഞ്ഞ് കാശിക്കൂടിന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചല്ലേ, നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഏകദേശം ഒരു 8 മണിയോടെ അടുപ്പിച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ കാശിക്കൂട്ടിന് പ്രസാദം കൊടുത്തു. അവന് ഇഷ്ടമായി. നമ്മുടെ കേസരി ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ പ്രസാദമായിട്ട് തന്നത്. ചില അമ്പലങ്ങളിൽ ചില പൊങ്കൽ വരും. എനിക്കിഷ്ടമാണ് കേട്ടോ പൊങ്കൽ. എനിക്ക് തമിഴ്നാടിൻ്റെ സ്റ്റൈൽ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ പഴം നമ്മൾ അർച്ചനയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴവും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വീട്ടിൽ കൊണ്ടുവന്നത് ഹോട്ടലിൽ വെച്ചിട്ട് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് രണ്ടും കാശിക്കൊണ്ട് കൊടുത്തു. പിന്നെ വെള്ളം എടുത്തിട്ടില്ലായിരുന്നു. അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് അടുത്തായതുകൊണ്ടിട്ട് ഞാൻ ബാഗ് എടുക്കാണ്ടിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് മോന് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ അധികം നേരമൊന്നും നിന്നില്ല. പ്രസാദമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പൂജ നടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ സ്കന്ദഷഷ്ടിയുടെ ടൈം ആയതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പൊതുവേ അവിടെ തിരക്കുണ്ട്. നമ്മുടെ മുരുകൻ, അതായത് പഴനി പോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു അമ്പലമാണ്. എന്നാൽ പോലും ഇത്ര തിരക്ക് ഈ ഒരു ഷഷ്ടിയുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടിട്ടാണ്. ചേട്ടൻ വേറെന്തോ ഒരു പേര്, നമ്മൾ ഷഷ്ടി എന്ന് പറയും, അവർ വേറെന്തോ ഒരു പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയിട്ടോ. ഇനി അടുത്ത ട്രിപ്പ് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നു കേട്ടോ. വന്നിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാര്യം അവിടെ റേഞ്ച് ഒട്ടും ഇല്ലായിരുന്നു. ഇതാണ് കേട്ടോ അമ്പലത്തിന് ഏകദേശം ഒരു മാപ്പ് ഇങ്ങനെയാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഞാൻ കല്യാണത്തിന് മുമ്പ് വരുമ്പോൾ ഇവിടെ പണി നടക്കുകയാണ്. ഇപ്പോഴും പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പഴനിയിൽ പോകുന്നു. ഭാവിയിൽ മുടി എടുക്കണം, ഭാവിക്ക് ചോറ് കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വ്ളോഗ് വേറെ ദിവസങ്ങളിലായിട്ട് വരും. ഇനിയിപ്പോൾ ഒരു വ്ളോഗ് കൂടെ ഉണ്ട് ചെന്നൈ വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ കൂടുതലൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. പോയ മൂഡിലല്ല തിരിച്ചു വന്നത്. അയ്യോ, നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ക്യൂ നിൽക്കേണ്ടി വന്നാലും വലിയ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ കാശ് കൊടുത്ത് കയറുന്ന ഒരു ലെവലുണ്ടായിരുന്നു അവിടെ. ആൾക്കൊക്കെ 100 രൂപ, ആൾക്ക് 100 രൂപ, 100 രൂപ ഇല്ലാന്ന് തോന്നുന്നു. 4 പേർക്ക് 300 രൂപ. അപ്പം അങ്ങോട്ടേക്ക് കയറി നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്ന് ഇനി ബീച്ചിലോട്ട് പോകും. എത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ഔട്ടിങ് പോകണം. ചില പരിപാടി നമ്മുടെ ചെന്നൈയിലെ ഒരു 1 ഡേ കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊന്നുമല്ല. എന്നാലും നമ്മൾ നമ്മുടെ സന്തോഷമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. സോ അത് എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഭയങ്കര ചൂടാ. ഇവിടെ നമ്മുടെ അവിടെ ചൂടില്ല കേട്ടാ. ഇവിടെ ഭയങ്കര ചൂടിന്റെ രക്ഷയില്ല. ചൂട് കുറവാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ടിട്ട് ഇന്ന് ചൂട് കുറവാണ്. നമ്മൾ വരുന്നതിന്റെ തലേന്ന് വരെ 150 ഡിഗ്രി ഒക്കെ 105 ഡിഗ്രിക്ക് മുകളിൽ പോയാലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ 40 വരെ പോയിട്ടുള്ളൂ. ചൂടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളത്. അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching. Love you all. Bye. Take care.